മഴ തോരും മുൻപേയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തശ്ശി ഒരിക്കലും വിചാരിച്ചില്ല ബാലേന്ദ്രന് ഇത്ര വലിയ മാറ്റം വന്നിട്ടുണ്ടാകുമെന്ന്. മുത്തശ്ശി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നെ കുഞ്ഞുനാളിലൊക്കെ തൊട്ടേ കാണുന്നതല്ലേ. നിനക്ക് എന്തുമാത്രം ചോറ് ഞാൻ എൻ്റെ കൈകൊണ്ട് വിളമ്പി തന്നിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, എനിക്കറിയാം നിങ്ങൾ ചോറ് വിളമ്പി തന്നതും വാരിത്തന്നതും ഊട്ടിയതും അണ്ണാക്കി വെച്ച് തന്നതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം ബാലേന്ദ്രൻ അത് അങ്ങനെ പറഞ്ഞത് ബാലേന്ദ്രനെ പറ്റിച്ചെന്ന് ബാലേന്ദ്രനെ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ മുത്തശ്ശിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, ബാലേന്ദ്രൻ അറിയാമെന്നുള്ള കാര്യം. ഇനി ഇവളെ എൻ്റെ മകളായി കാണാൻ കഴിയാത്തവരാരും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയിട്ട് ബബുദിയും രോഹിത്തിനെയും വിളിച്ചിട്ട് പറയാണ്, ഇന്നു മുതൽ ഇവൾ എൻ്റെ മകളാ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവൾ ചേച്ചിയുമായിരിക്കും. അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്തവരാരും ഇവിടെ നിൽക്കണ്ട. ഇതൊക്കെ കേട്ട് വൈജി അവിടെ നിൽപ്പുണ്ട്. ബബുദി അങ്ങ് ഞെട്ടുവാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രോഹിത്തിനോട് പറയണേ, നീ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്തത് അലീന പറഞ്ഞത് കൊണ്ട് മാത്രമായി. ഇനി ഒരിക്കലും നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല. നിനക്കും ഇവളെ ചേച്ചിയാണ്. നിന്നെക്കൊക്കെ മൂത്തതല്ലേ അലീന, അപ്പം നിനക്കും ഇവള് ചേച്ചിയായിരിക്കും. അങ്ങനെ കാണാവൂ, അങ്ങനെ വിളിക്കാവൂ എന്ന് ബാലേന്ദ്രൻ പറയാണ്. രോഹിത്താണെങ്കിൽ ഒരു ലോഡ് പുച്ഛമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അലീനയെ വിളിച്ചിട്ട് പറയാണ്, നീ ഇന്നു മുതൽ ആരുടെയും കാര്യം നോക്കണ്ട, ഞാൻ പറഞ്ഞതെല്ലാം നിനക്കറിയാമല്ലോ എന്ന് പറയാണ്. നീ എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോള് വന്നിട്ട് അലീന നമ്മുടെ വൈജിയെടുത്ത് പറയാണ്, അമ്മ അച്ഛനോട് തർക്കിക്കാനോ വഴക്കിടാനോ നിൽക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ അലീന ചേച്ചി മോളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വൈജ പറയും, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞ് വൈജയോട് കൃഷ്ണൻ്റെ അടുത്ത് ദേഷിക്കുകയാണ്. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് ആകപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെയാണ്. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മാത്രമല്ല അവൾ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ അങ്ങനെ നമുക്ക് കിച്ചണിൽ കയറി ബാലേന്ദ്രൻ്റെ കോഫി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങോട്ടേക്ക് വൈജ വരികയാണ്. നീ വന്ന പാടെ നേരെ അങ്ങ് കിച്ചണിൽ കയറി പരിപാടി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബാലേന്ദ്രൻ സാറിനൊരു കോഫി ഇടിയാണ്. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ആ കിച്ചണിൽ കയറാൻ, സാറിന് വേണ്ടി മാത്രമാണ് ഇടുന്നത് എന്ന് പറയാണ്. സാറിൻ്റെ കാര്യമൊക്കെ നീ ഏറ്റെടുത്ത് തുടങ്ങിയോ എന്ന് വൈജ ചോദിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ അച്ഛൻ്റെ മകളും ആണല്ലോ, അത് ഞാനങ്ങ് മറന്നുപോയി. എന്നോടും നിന്നെ മകളായിട്ട് കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ഞാൻ നിന്നെ മകളായിട്ട് കാണുന്നത്? എനിക്ക് നിന്നായിട്ട് എന്താ ബന്ധമുള്ളത്? ഞാനൊരു മകളായിട്ട് കാണണമെങ്കിൽ അതിനുള്ള യോഗ്യതയെങ്കിലും നിനക്ക് വേണ്ടേ? നീ ഏതോ അഴുക്കച്ചാലിൽ ഏതോ ഒരമ്മ പിഴച്ച് പ്രസവിച്ച ഒരമ്മ തള്ളിയ ഒരുത്തി. നിന്നെ ഞാനെങ്ങനെയാണ് എൻ്റെ മകളായിട്ട് കാണുന്നത്? മാത്രമല്ല മകളായിട്ട് കാണണമെങ്കിൽ രക്തബന്ധം വേണം. എനിക്ക് നിന്നോടൊരു രക്തബന്ധവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ മകളായിട്ട് കാണുന്നത്? ഞാൻ മകളായിട്ട് കാണുന്നെങ്കിൽ കുറഞ്ഞൊരു യോഗ്യതയെങ്കിലും വേണമെന്നും പറഞ്ഞ് അലീനെ ഭയങ്കരമായിട്ട് അങ്ങ് പുച്ഛിക്കാൻ. അപ്പം അലീന മനസ്സിൽ വിചാരിക്കുകയാണ്, മാഡത്തിൻ്റെ രക്തം തന്നെയാണ് ഞാൻ. നിൻ്റെയും ബാലേന്ദ്രൻ്റെ എല്ലാ കളിയും ഞാൻ തീർത്ത് തരുന്നുണ്ട് എന്ന് പറയുകയാണ് വൈജ. എന്ന് പറഞ്ഞ് നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ്. ചെന്ന് കയറുകയാണ് മുത്തശ്ശി ചോദിക്കുന്നത്, എന്താടി ഇതിൻ്റെ മോന്ത വീർത്തിരിക്കുന്നു? ഇനി എന്ത് വീർക്കാനുള്ളത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ അറിയുന്നുണ്ടല്ലോ. അവളെയും കൊണ്ട് ബാലേന്ദ്രൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ സമാധാനമാണ് ഇല്ലാതായത്. എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്ന് പറയുകയാണ് വൈജ. നീ ബാലേന്ദ്രൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാൽ പോരെ, അവളൊരു മകളായിട്ട് അങ്ങ് കരുതിയാൽ പോരെ? അപ്പോൾ വൈജ പറയുന്നത്, എനിക്ക് ആകപ്പാടെ 3 മക്കളേ ഉള്ളൂ. അവരെ മാത്രമേ ഞാൻ മക്കളായിട്ട് കരുതുള്ളൂ, അല്ലാതെ വഴി കൂടെ പോകുന്നവരെ എല്ലാം മക്കളായിട്ട് എനിക്ക് കരുതാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വൈജ പറയുന്നത്. അന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് വിവാഹം വേണ്ട, ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞതാണ്. പടുകുഴിയിലേക്ക് എന്നെ തള്ളിവിട്ടത് നിങ്ങളാണ്. അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത്. ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞതാണ്, ആരും കേട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ആരും ഒരു വില തന്നില്ല എന്ന് പറയാണ്. മുത്തശ്ശിയാണ്, നീ ഈ വിവാഹത്തിന് നിന്നെ ബാലേന്ദ്രനെ കൊണ്ട് കെട്ടിക്കാൻ ഉണ്ടായ സാഹചര്യമൊക്കെ നിനക്ക് കൃത്യമായിട്ട് അറിയല്ലേ. അതിന് ഞങ്ങളല്ലല്ലോ കാരണം, അതിന് കാരണം നീ മാത്രമാണെന്ന് പറയാണ്. എന്നിട്ടും നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയെന്ന് പറയണം. എല്ലാവരും കൂടെ തന്ന ജീവിതം വളരെ നല്ലൊരു ജീവിതം, അതുകൊണ്ടല്ലേ ഞാനിപ്പം കടന്ന് അനുഭവിക്കുന്നത് എന്ന് വൈജ പറയുകയാണ്. ഇത് നിൻ്റെ കയ്യിരിപ്പ് കൊണ്ട് പറ്റിയതാണ്, അത് ഞങ്ങളുടെ ഒന്നും കുഴപ്പം കൊണ്ടല്ല. ഈ ബാലേന്ദ്രൻ്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില എപ്പോഴെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ബാലേന്ദ്രൻ എപ്പോഴും നിനക്കൊരു അടിമയെ പോലായിരുന്നു നീ കരുതിയിരുന്നത്. ഇപ്പോഴും എല്ലാവരും ബാലേന്ദ്രൻ്റെ സൈഡിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. എൻ്റെ മനസ്സും എൻ്റെ വേവലാതി ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ ഞാൻ ഈ ബന്ധം വേണ്ടാന്നങ്ങ് വെക്കും. ഇത് കേട്ടപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.